ചന്തമേ നീയും സ്വന്തമേ തന്നാനേ 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 അപ്പൂപ്പന്റെ ബർത്ത്ഡേയിലോട്ട് കടന്നാലോ? ഹാപ്പി ബർത്ത്ഡേ അപ്പൂപ്പ, ഹാപ്പി ബർത്ത്ഡേ അപ്പൂപ്പ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൂപ്പൻ്റെ സപ്തതിയാണ്. സപ്തതി സപ്തതി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ കുഞ്ഞിനെ? 70 ഇയേഴ്സ് ആവുമ്പോഴാണ് നമ്മൾ സപ്തതി എന്ന് പറയുന്നത്. എന്തോ വായിച്ചു നോക്കിയേ. ബാലചന്ദ്രൻ പിള്ളൈ പിള്ളൈ ആ അജുക്കുട്ട എങ്ങനെ ഉണ്ട് ഇതൊക്കെ? എല്ലാവർക്കും അംബരീഷ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അപ്പൂപ്പൻ്റെ ബർത്ത്ഡേ അപ്പൂപ്പൻ്റെ ബർത്ത്ഡേയിലോട്ട് കടന്നാലോ? എന്നാ നമുക്ക് ഡ്രസ് ചെയ്താലോ? ഡ്രസ് ചെയ്യണ്ടേ? എല്ലാരും വരൂ, ഇപ്പം ഒരുങ്ങണ്ടേ? സപ്തതിക്കാരൻ. ആഹാ എനിക്ക് വയ്യ. പുരുഷനും പൊണ്ടാട്ടിയും. കൊള്ളാം കൊള്ളാം, സൂപ്പർ സൂപ്പർ ജോഡി. ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് അച്ഛൻ്റെ സപ്തതിയാണ്. ബന്ധുക്കളും നൃത്യോദയയിലെ കുടുംബാംഗങ്ങളും ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ലൊരു ആഘോഷമായിരുന്നു കേട്ടോ. അച്ഛൻ്റെ നാള് വന്നത് വർക്കിംഗ് ഡേയിലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും വരാനുള്ള സൗകര്യത്തിന് ഈവനിങ് ആണ് ഞങ്ങൾ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തത്. എല്ലാവരും വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫുഡൊക്കെ നേരത്തെ തന്നെ എത്തി. കഴിഞ്ഞ വർഷം അച്ഛന് 69 വയസ്സായപ്പോഴേ ഞാൻ ആഗ്രഹിച്ചതാണ് കേട്ടോ ഇത്തവണത്തെ പിറന്നാൾ സപ്തതി വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കണമെന്ന്. എന്നാൽ ആ ആഘോഷത്തിന് കൂടുതൽ ഭംഗി വന്നത്, കളർഫുള്ളാക്കിയത് ഞങ്ങളുടെ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് കേട്ടോ. ഈ കാണുന്ന ചടങ്ങുകളൊന്നും ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നതല്ലേ. ഫംഗ്ഷൻ തുടങ്ങുന്നതിന് എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് തന്നെ. ഇവരൊക്കെ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു എല്ലാം. ഇവരൊക്കെ നമ്മുടെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ്. എല്ലാവരും അച്ഛനെ പറ്റി പറയുമായിരുന്നു. കുഞ്ഞുങ്ങളെ ക്ലാസ്സിന് കൊണ്ടുവരുമ്പോൾ അച്ഛൻ നോക്കുന്ന കാര്യമൊക്കെ. പക്ഷെ അണ്ണനാണെങ്കിൽ ഞങ്ങൾക്ക് വളരെയേറെ ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്നതാണ്. അണ്ണൻ ഭയങ്കര, എനിക്ക് പറയാൻ വാക്കുകളില്ല അണ്ണനെ പറ്റി. അച്ഛനാണ് പ്രവചിക്കുന്നത്. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വേറെ ഒന്നും പറയാനില്ല. അതാണ് ഏറ്റവും വലിയ വാക്ക്. ഡാൻസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാം ഉണ്ട്. നമുക്ക് ഒരുപാട് നമ്മുടെ ഏറ്റവും മുതിർന്ന സ്റ്റുഡൻ്റ് കൂടിയായ സുബിയമ്മ തയ്യാറാക്കിയ ഹാരമാണ് ഇപ്പോൾ ഇടുന്നത്. ഇത് അച്ഛൻ്റെ രണ്ടാമത്തെ പെങ്ങളാണ് സിനുവപ്പ. സിനുവപ്പയും ഹരിമാമനും ആലപ്പുഴയിൽ നിന്നാണ് വന്നത്. അവരത്രയും ദൂരെ നിന്ന് വന്നത് കണ്ടപ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷമായി.
ഉപഹാരമായിട്ട് കൊടുക്കുക. ഇത് അച്ഛൻ്റെ ഒരേ ഒരു അനിയനാണേ. അമ്മൂമ്മയ്ക്ക് 3 ആൺമക്കളാണ് കേട്ടോ. മൂത്ത ആളിപ്പോൾ ഇല്ല. ഇത് അമ്മൂമ്മയുടെ മക്കളും മരുമക്കളുമാണ്. 2 മക്കളും കൂടെ അമ്മൂമ്മയെ സ്നേഹിക്കുവാണ്. ശരിക്കും മെമ്മറബിളായിട്ടുള്ള മുഹൂർത്തങ്ങളല്ലേ ഇതൊക്കെ. ചിറ്റപ്പന് കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു, അതാണ് കേട്ടോ വരാൻ ലേറ്റായത്. മക്കളെ സ്പൂണ്ടാണ്. യോ എന്റെ അച്ചുക്കുട്ടാ ചുമയൊക്കെയാ. അജു പൊന്നെ, എന്റെ പൊന്നുമോനെ, അവൻ എന്നെ കാണാ മുങ്ങുന്ന നോക്ക്. അജിക്കുട്ടിന് 2 ദിവസമായിട്ട് ചെറിയ ചുമയുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഐസ്ക്രീം ഒന്നും കൊടുക്കാതിരിക്കുമായിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ കണ്ണ് വെട്ടിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമായിട്ട് നടക്കുക. ഞാനും കല്ലുമോളും കൂടെ 10 മിനിറ്റ് കൊണ്ട് പ്ലാൻ ചെയ്ത് കളിക്കുന്ന ഒരു ഡാൻസാണിത് കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ച് ഒരു തവണ പോലും പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അതായത് കോർഡിനേഷൻ കുറവും ഒക്കെ നന്നായിട്ട് ഈ ഡാൻസിലുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ഫാമിലി ഫങ്ഷൻ ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ നൃത്യോദയയിലെ കുട്ടികളുടെ ഈ ഡാൻസ് ആണെങ്കിലും കുഞ്ഞുങ്ങളെല്ലാം ഫങ്ഷന് വന്നപ്പോഴാണ് ഞാൻ പറയുന്നത് ഒരു ഡാൻസ് ചെയ്യണം, എല്ലാവരും പെട്ടെന്ന് പോയി പ്രാക്ടീസ് ചെയ്യുമെന്ന്. ചേച്ചിമാർ ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോൾ അജുക്കുട്ടനും അതുപോലെ കളിക്കാൻ ശ്രമിക്കുവാണ്. മുൻപ് പക്ഷേ ഇത്രയും ഡാൻസ് ഒന്നും ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. ഇത്തവണ ഈ ഫംഗ്ഷന് ചേച്ചിമാരൊക്കെ കളിക്കുന്ന കണ്ടപ്പോൾ അതുപോലെ കളിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ അജുക്കുട്ടനായിട്ട് കണ്ടെത്തിയ സ്റ്റെപ്സും ഉണ്ടായിരുന്നേ. എന്തായാലും അജുക്കുട്ടൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികൾ നിർബന്ധിച്ചപ്പോൾ അപ്പൂപ്പനും കുറച്ച് സമയം കുഞ്ഞുങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ചു. കുട്ടികളെല്ലാം അപ്പൂപ്പ അപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്. നൃത്യോദയയിലെ എല്ലാ കുഞ്ഞുങ്ങളുടെ അപ്പൂപ്പനാണ്, അതുകൊണ്ടാണ് ഞാനും അപ്പൂപ്പ എന്ന് പറഞ്ഞത് കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ ചേച്ചിയാണ്, സുമതിക്കുട്ടി അമ്മ എന്നാ പേര്. സുമമ്മ ഒട്ടും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു, കിടപ്പിലൊക്കെ ആയിരുന്നു. ദൈവം സഹായിച്ച അസുഖങ്ങളൊക്കെ മാറി. അപ്പോൾ അച്ഛൻ്റെ സപ്തതിയാണെന്നറിഞ്ഞപ്പോൾ ഓടി വന്നതാ, എങ്ങനെയാണ് ബാലേന്ദ്രൻ്റെ സപ്തതിക്ക് വരാതിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട്. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് സ്നേഹവും സന്തോഷവും സങ്കടവും എന്നും പറയണ്ട. ചേച്ചി എന്തായാലും ഓടി എത്തിയല്ലോ, വന്നല്ലോ എന്ന് പറഞ്ഞ് കരച്ചിലൊക്കെ ആയിരുന്നു.
നിർബന്ധിച്ച് ഡാൻസ് കളിക്കാൻ വിളിച്ചുകൊണ്ട് പോവുകയാണേ. പിറന്നാളുകളൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ദിവസങ്ങളല്ലേ. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും പിറന്നാളെന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്, ഒപ്പം തന്നെ ഉള്ളിലൊരു ഭയം ഉണ്ട് കേട്ടോ. അവർക്കൊരു വയസ്സും കൂടെ കൂടുകയാണല്ലോ എന്നുള്ളത്. പിന്നെ കുറച്ച് ടെൻഷനും. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം. അച്ഛന് സപ്തതി ആഘോഷിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നേ. എന്തിനേടി ചുമ്മാ ആവശ്യമില്ലാതെ ഓരോ ആഘോഷങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ നിർബന്ധമാണ് എന്തായാലും നമ്മൾ സപ്തതി ആഘോഷിക്കണം എന്നുള്ളത്. പക്ഷേ ഈ ഒരു സന്തോഷ ദിവസം ഇത്രയും മെമ്മറബിളാക്കിയത്, ഇത്രയും മനോഹരമാക്കിയത് ഞങ്ങളുടെ വിൻസാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ്റെ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് കേട്ടോ. എല്ലാവരോടും സ്നേഹം മാത്രം. അച്ഛൻ്റെ സപ്തതിയാണെന്നറിഞ്ഞിട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയ വഴി വിഷസ് അറിയിച്ചിരുന്നു. ഓരോരുത്തരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൻ്റെയും. അച്ഛനും അമ്മയ്ക്കും ആരോഗ്യവും ദീർഘായുസ്സും ഒക്കെ ലഭിക്കണേ എന്നാണ് പ്രാർത്ഥന. എൻ്റെ കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. സ്വന്തം കുടുംബം പോലെ കരുതി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. എൻ്റെ കുടുംബത്തിനും എൻ്റെ എല്ലാ അംഗങ്ങൾക്കും ഇതിൻ്റെ മേലിലും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഈ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അച്ഛൻ്റെ 70ാം പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും PTA മെമ്പേഴ്സിനും ബന്ധുക്കൾക്കും കുട്ടികൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാൻ കുറേ നല്ല മുഹൂർത്തങ്ങൾ ലഭിച്ച വളരെ മനോഹരമായൊരു ദിവസം. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അംബ്ലീസ് വേൾഡ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പതിവ് പോലെ അറിയിക്കുക. റിലേറ്റീവ്സ് പലരും ലേറ്റായിട്ട് വന്നതുകൊണ്ട് അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോഴാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. രായി ചേച്ചിയൊക്കെ ഡാൻസ് കളിച്ച് കുഴഞ്ഞിരിക്കുകയാണ്. ഫംഗ്ഷനൊക്കെ നന്നായിട്ട് നടന്നു. ഇനി ക്ലീനിങ് പരിപാടികളാണ് കേട്ടോ. അച്ഛൻ്റെ സപ്തതിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. പുതിയൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം.